ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു മീൻ പീരയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് നമ്മൾ സാധാരണ ചെയ്ത് നോക്കാറുള്ള മീൻ പീരയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻ പീരയാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. മീൻ പീര ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് മീനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കണം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരുന്നത്. ഇനി ഉള്ളി ഒന്ന് മൂത്ത് വരണം. ഓവറായി കളർ മാറേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മതിയാവും. ഇപ്പോൾ ഉള്ളി ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം വേപ്പില കൂടെ ഈ സമയം നമുക്ക് ഇട്ട് കൊടുക്കണം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് ഒരു തക്കാളി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളിയെല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം കൂടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം പുളി പിഴിഞ്ഞത് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് മതിയാവും. ജസ്റ്റ് ഒരു പുളിയുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ബോയിലായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് മീൻ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ചൂടയാണ് എടുത്തിട്ടുള്ളത്, 400 ഗ്രാംസാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിന് പകരം മത്തിയോ വെള്ളൂരിയോ വേണമെങ്കിലും ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കറി ഇവിടെ വറ്റി സെറ്റായി വന്നിട്ടുണ്ട്. ഇത്രയും വറ്റിയാൽ മതിയാവും. ഇനി നമുക്ക് ഇതിലോട്ടുള്ള താളിപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ മീൻ പീര ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആദ്യം കടുകൊന്ന് പൊട്ടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് തേങ്ങ കൂടെ ഇട്ട് കൊടുക്കാം. അല്പം വേപ്പില കൂടെ ചേർത്തിട്ട് നന്നായി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവർ മരിഞ്ഞു വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതിയാവും. ഇപ്പം എല്ലാം കൂടെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള മീൻ വറ്റിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ മീനെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ചിക്കിയെടുക്കണം. നമ്മുടെ ബുർജിക്കെല്ലാം ചെയ്യുന്ന പോലെ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമുക്കിത് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമുക്കിതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പം എല്ലാം കൂടെ മിക്സാക്കി നന്നായി മൊരിഞ്ഞ് വരുന്നുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമുക്കൊന്നുകൂടെ ഡ്രൈ ആയാൽ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. മീൻ പീര ഇവിടെ റെഡി വന്നിട്ടുണ്ട്. എല്ലാം കൂടെ നല്ല ഡ്രൈ ആയിട്ട് നമ്മുടെ കുത്തിപ്പരിയുടെ എല്ലാം ആ ഒരു ടെക്സ്ചറിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മീൻ പീര നല്ല സെറ്റായ ശേഷം ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.